ഇനി നടക്കാനുള്ളത് പഠന ക്ലാസ്സാണ്. റമദാൻ മാസത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര വിധികളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് ജനാബ് അബ്ദുള്ള ഹസൻ സാഹിബാണ്. ഖത്തറിൽ ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് വളരെയധികം സേവനങ്ങൾ അർപ്പിച്ചുകൊണ്ട് മത പഠന രംഗത്തും ക്ലാസുകൾ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന രംഗത്തുമൊക്കെ സജീവമായി ആയിക്കൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹം എടുക്കാൻ പോകുന്ന ഈ പഠന ക്ലാസ് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തണം. ജനാബ് അബ്ദുള്ള ഹസൻ സാഹിബിനെ ആദരപൂർവം പഠന ക്ലാസ്സിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അഭിവന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിളിപ്പാടകലെ വന്നു നിൽക്കുന്ന വിശുദ്ധ റമദാനിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കൊത്ത് കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും നോമ്പനുഷ്ഠിക്കുവാനും പുണ്യം കരസ്ഥമാക്കുവാനും നമുക്കവൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. ശരീഅത്തിലെ എല്ലാ കർമ്മങ്ങളും എന്നതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹുക്കുമുകൾക്കും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഏകാഭിപ്രായമല്ല ഉള്ളത്. ഇതുപോലെ റമദാനുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും പൂർവസൂരികളായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. എന്നാലും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പരമാവധി പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വീക്ഷണമാണ് ഇവിടെ അവതരിപ്പിക്കുവാൻ പോകുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ലാ തുഖദ്ദിമു റമളാന ബിസൗമി യൗമിൻ ഔ യൗമൈൻ ഇല്ലാ റജുലൻ കാന യസൂമു സൗമൻ ഫൽയസും. റമളാൻ വരുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ച് തുടങ്ങുവാൻ പാടില്ല. തുടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. റമദാൻ വരുന്നതിന് മുമ്പ്
ശഅബാൻ 15 മുതൽക്ക് തന്നെ നോമ്പ് അനുഷ്ഠിക്കുവാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാരിൽ വലിയൊരു പക്ഷത്തിൻ്റെ അഭിപ്രായം. എന്നാൽ എല്ലാ മാസത്തിലും ഒരു പ്രത്യേക ദിവസമോ ചില ദിവസങ്ങളോ നോമ്പ് അനുഷ്ഠിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശഅബാനിലും അതുപോലെ അനുഷ്ഠിക്കാവുന്നതാണ്. അതല്ലാതെ റമദാന്റെ തൊട്ട് മുമ്പ് 1-2 ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ചും നോമ്പ് അനുഷ്ഠിച്ചു തുടങ്ങുവാൻ പാടില്ല. കാരണം നോമ്പ് എന്നത്, റമദാനിലെ നോമ്പ് എന്നത് പ്രത്യേകിച്ചും അള്ളാഹു പ്രത്യേകമായ ഒരു കോഴ്സാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. അതിൽ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല. സൂമൂ ലി റുയത്തിഹി വഅഫ്തിറൂ ലി റുയത്തിഹി. മാസം കണ്ടാൽ നോമ്പ് തുടങ്ങുക, മാസം കണ്ടാൽ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ട്രെയിനിങ് കോഴ്സാണ് നോമ്പ്. അനേകം കാര്യങ്ങൾ മനുഷ്യനെ പഠിപ്പിക്കുകയാണ് ഈ ഒരു മാസത്തെ ട്രെയിനിങ്ങിലൂടെ. അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നോമ്പ് തുടങ്ങുന്നത് അത്താഴം മുതൽക്കാണ്. അത്താഴം വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അത് ഒഴിവാക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം നോമ്പിന്, കാരണം അതിൽ ബറക്കത്തുണ്ട്. പ്രത്യേകമായ അനുഗ്രഹങ്ങളും സുവിശേഷമായ ഗുണങ്ങളുമൊക്കെ അള്ളാഹു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്താഴം കഴിക്കണമെന്ന്. എപ്പോഴാണ് അത്താഴം കഴിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി, സഹാബികൾ ഇവരൊക്കെ അത്താഴം കഴിച്ചിരുന്നത് സുബഹ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിരുന്നു. അക്കാലത്ത് 2 ബാങ്കുണ്ടായിരുന്നു സുബഹയ്ക്ക്. ഒന്ന് സുബഹ് ആകുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്, മറ്റൊന്ന് സുബഹ് ആയതിനു ശേഷവും. ഇബ്നു ഉമ്മു മക്തൂം എന്ന് പറയുന്ന ഒരു സഹാബി പ്രമുഖൻ, അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ആ സഹാബിയായിരുന്നു ആദ്യത്തെ ബാങ്ക് കൊടുത്തിരുന്നത്. തിരുമേനി പറഞ്ഞു, ഇബ്നു ഉമ്മു മക്തൂം ബാങ്ക് കൊടുത്താൽ, അല്ല, ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുത്താൽ, ആദ്യത്തെ ബാങ്ക് ബിലാലിൻ്റെയാണ്, നിങ്ങൾ അത്താഴം കഴിച്ചുകൊള്ളുക. എന്നാൽ ഇബ്നു ഉമ്മു മക്തൂമിൻ്റെ ബാങ്ക് കേട്ടാൽ പിന്നെ അത്താഴം കഴിക്കരുത്. കാരണം അദ്ദേഹം നല്ലവണ്ണം പുലർന്നതിന് ശേഷം മാത്രമാണ്, അതായത് സുബഹ് ആയതിനു ശേഷമാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നത്. അദ്ദേഹത്തോട് അസ്ബഹ്ത, പുലർന്നിരിക്കുന്നു എന്ന് പോയി പറയുമ്പോഴാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നത്. എന്നാൽ ഈ ബാങ്കുകൾക്കിടയിൽ അധിക സമയമൊന്നുമില്ല. ഒരാൾ ഇറങ്ങി മറ്റേ ആൾ കയറുന്ന സമയമേ ഉള്ളൂ എന്ന് തന്നെ ഹദീസിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് 2 ബാങ്കുകൾക്കിടയിലുമുള്ളത് എന്നർത്ഥം. അപ്പോൾ സുബഹ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് അത്താഴം കഴിക്കേണ്ടത്. അതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സഹാബികളും അങ്ങനെയാണ് ചെയ്തിരുന്നത്. ചില ആളുകൾ അതല്ല, ഉറക്കിന് ഭംഗം വരണ്ട എന്ന് കരുതി നേരത്തെ തന്നെ അത്താഴം കഴിച്ച് ബാങ്ക് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. ഇതല്ല നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ബറക്കത്തുണ്ട് എന്ന് പഠിപ്പിച്ച അത്താഴം ഇതല്ല, അത് ആ സമയത്ത് കഴിക്കുന്നതാണ്. അതുകൊണ്ട് ആ സമയത്ത് അത്താഴം കഴിക്കുന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തസഹർനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ ഇല സ്വലാത്തി ഖാല അനസ് ഖുൽതു ലിസൈദ് കം കാന ബൈനൽ അദാനി വസ്സുഹൂർ ഖാൽ ഖദ്റ 50 ആയ. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 2 പ്രഗത്ഭരായ സഹാബികളാണ്.
സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ അത്താഴം കഴിച്ച് നമസ്കരിക്കാൻ പോകും, സുബഹ് നമസ്കരിക്കാൻ പോകും എന്നർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഈ അത്താഴത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ എത്ര സമയമുണ്ടായിരുന്നു? അതിന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി, 50 ആയത്തുകൾ ഓതുന്ന സമയമേ അവക്കിടയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത്താഴം എപ്പോഴാണ് കഴിക്കേണ്ടത് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാം. മറ്റൊന്ന്, നോമ്പ് എന്ന് പറയുന്നത് പ്രഭാതം മുതൽക്കാണ് ആരംഭിക്കുന്നത്. എന്നാൽ പ്രഭാതത്തിൽ ആരംഭിക്കുന്ന നോമ്പിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ചുള്ള വല്ല പ്രത്യേകമായ ആലോചനകളും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ നാളെ നോമ്പനുഷ്ഠിക്കണം എന്ന് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് എന്ന് പറയുന്നത് കൽബിലാണ്, മനസ്സിലാണ്. അത് നാവ് കൊണ്ട് പറയണമെന്നില്ല. മനസ്സിൽ ഒരുത്തൻ നാളെ നോമ്പനുഷ്ഠിക്കണം എന്ന് കരുതി പിറ്റേന്ന് പുലർന്ന് നോമ്പനുഷ്ഠിച്ചാലേ നോമ്പ് ശരിയാവുകയുള്ളൂ, ഫർള് നോമ്പുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ സുന്നത്ത് നോമ്പുകൾക്ക് ഇത് ബാധകമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചെയ്തതായി അവിടുത്തെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, തിരുമേനി ചിലപ്പോൾ ഞങ്ങളുടെ അരികിൽ വീട്ടിൽ വന്ന് ചോദിക്കും, രാവിലെ ഇവിടെ വല്ലതും തിന്നാനുണ്ടോ? ഞങ്ങൾ പറയും ഇല്ല. അപ്പോൾ തിരുമേനി പറയും, എന്നാൽ എനിക്ക് നോമ്പാണിന്ന്, അന്നൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ വല്ല ഭക്ഷണവുമുണ്ടെങ്കിൽ കഴിക്കാമെന്ന നിയ്യത്തോടു കൂടിയാണ് വന്നത്, ഭക്ഷണവുമില്ല, എന്നാൽ പിന്നെ നോമ്പാക്കാമെന്ന് വെക്കും. ഇത് സുന്നത്ത് നോമ്പുകൾക്കാണ്. ഫർള് നോമ്പുകൾക്ക് അത് പോരാ. നേരത്തെ തന്നെ ഉദ്ദേശപൂർവം നോമ്പനുഷ്ഠിക്കണമെന്ന് പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ തീരുമാനമെടുക്കണം. എന്നാൽ റമദാനിലെ ഒരു മാസത്തേക്ക് ഒന്നിച്ച് ഈ മാസം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി അവൻ കൽപ്പിച്ചതുപോലെ നോമ്പനുഷ്ഠിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന ഒരാൾ അതിൻ്റെ ആദ്യ ദിവസം തലേ രാത്രി തീരുമാനമെടുത്താൽ മതി. അത് നിയ്യത്താണ്. നിയ്യത്തില്ല എങ്കിൽ ഒരു കാര്യവും ശരിയാവുകയില്ല. നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ കിതാബ് ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയുള്ള ഒരു ഹദീസ് കൊണ്ടാണ്. അതിൽ പറയുന്നു, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ്, നിയ്യത്ത് വെച്ചുകൊണ്ടാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഉദ്ദേശമനുസരിച്ചുള്ളതാണ് കിട്ടുക. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലംറഅത്തിൻ യുൻകിഹുഹ ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. ഒരുത്തൻ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു, അവിടെ ഒരു പെണ്ണിനെ കണ്ടുവച്ചിരിക്കുന്നു, അതിനെ വിവാഹം കഴിക്കണം എന്ന നിയ്യത്തോടു കൂടിയാണ് പോകുന്നത്. ആ പോക്ക് കൊണ്ട് അവനത് കിട്ടും. മറ്റൊരുത്തൻ അതേ ബസ്സിൽ അതേ പ്ലെയിനിൽ കയറിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. പക്ഷെ അവൻ്റെ നിയ്യത്ത്, ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, അതിന് സാധ്യമല്ല, അതുകൊണ്ട് ഈ നാട് ഉപേക്ഷിച്ച് ഹിജ്റ പോകണം, അതിന് സൗകര്യമുള്ളൊരു സ്ഥലത്തേക്ക് പോകട്ടെ, എൻ്റെ വീടും എൻ്റെ പറമ്പും എൻ്റെ സ്വത്തുക്കളുമൊക്കെ ഇവിടെ കിടന്നോട്ടെ, എനിക്കതൊന്നും ആവശ്യമില്ല, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് എനിക്ക് വേണ്ടത് എന്ന് കരുതി ഒരുത്തൻ ഹിജ്റ പോവുകയാണെങ്കിൽ അവന് ലഭിക്കുന്നത് ഹിജ്റയാണ്, ഹിജ്റയുടെ പുണ്യമാണ്. രണ്ടുപേരുടെയും പ്രവർത്തനം ഒന്നാണ്, നിയ്യത്ത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലവും വ്യത്യാസപ്പെടുന്നു. ഇതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് നോമ്പ് ഉദ്ദേശിക്കുന്നവൻ തലേ ദിവസം പുലരുന്നതിന് മുമ്പ് തന്നെ വരാൻ പോകുന്ന നോമ്പിനെക്കുറിച്ച് നിയ്യത്ത് മനസ്സിൽ കരുതണം. അതിന് നവൈത്തു സൗമഗദിൻ എന്ന് തുടങ്ങി സാധാരണ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന സീഗ പറഞ്ഞു കൊള്ളണമെന്നില്ല, പക്ഷെ മനസ്സിൽ അത് കരുതണം എന്നാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ
അങ്ങനെ നിയ്യത്ത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നോമ്പനുഷ്ഠിച്ച്, പക്ഷെ ആ കാര്യം മറന്നുപോയി. തലേ ദിവസം നിയ്യത്ത് ചെയ്ത് നോമ്പനുഷ്ഠിക്കണമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ പുലർന്നു. ആ കാര്യം മറന്നുപോയി. രാവിലെ സാധാരണ പോലെ ചെന്ന് ഒരു ചായ ഉണ്ടാക്കി കുടിച്ചു. കുടിച്ചതിന് ശേഷമാണ് ഓർമ്മ, ഞാൻ ഇന്ന് നോമ്പുകാരനാണല്ലോ. എന്നാലോ അവന്റെ നോമ്പ് എന്തായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത്, അവൻ ഓർമ്മയായ ആ സമയം മുതൽക്ക് പിന്നെ നോമ്പുകാരനായിട്ട് തുടരണം. ആ നോമ്പ് പിന്നെ അവൻ നോറ്റ് വീട്ടേണ്ടതുണ്ടോ? വീട്ടേണ്ടതുമില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. കാരണം എന്താണ്? നബി തിരുമേനി പറയുകയാണ്, മൻ നസിയ വഹുവ സായിമുൻ ഫഅകല ഔ ശരിബ ഫൽയുതിമ്മ സൗമഹു ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാ. ആരെങ്കിലും നോമ്പുകാരനായിരിക്കെ മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്തു, എന്നാൽ അവൻ ആ നോമ്പ് പൂർത്തിയാക്കണം. കാരണം അള്ളാഹുവാണ് അവനെ കുടിപ്പിക്കുകയോ ഭക്ഷണം കൊടുക്കുകയോ ചെയ്തത്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം അതിൽ കുറ്റമില്ല. മറന്നുകൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്താൽ അതിനവന് കുറ്റമില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ആ പ്രവർത്തനം അള്ളാഹുവിങ്കൽ സ്വീകാര്യമല്ലാതിരിക്കുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് അവൻ വേറെ അത് പകരമായി നോറ്റ് വീട്ടേണ്ടതുമില്ല. രാത്രിയിൽ പിറ്റേ ദിവസം നോമ്പുകാരനാണെങ്കിലും ഒരുത്തൻ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് കുളിക്കാതെയാണ് നേരം പുലർന്നത്. സുബഹി ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അവൻ ഉണർന്നത്. ഉടനെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോയി നമസ്കരിക്കണം, അല്ലാതെ അവൻ്റെ നോമ്പിന് ഭംഗമൊന്നും വരികയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആദ്യം ഇതിനെതിരായി ചില ആളുകളോട് ഫത്വ കൊടുത്തിരുന്നു. അത് പറ്റുകയില്ല, സുബഹി ആകുന്നതിന് മുമ്പ് തന്നെ കുളിക്കണമെന്ന്. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത്, ഈ വിഷയത്തിൽ കൂടുതൽ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ വിധി പറയുവാൻ അർഹതയുള്ള ആയിഷ റളിയല്ലാഹു അൻഹ അതിനെതിരിൽ ഫത്വ നൽകിയിട്ടുണ്ട് എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തൻ്റെ പത്നിമാരുമായി രാത്രിയിൽ ബന്ധപ്പെടുകയും അങ്ങനെ കുളിക്കാതെ തന്നെ പുലരുകയും ചെയ്യാറുണ്ടായിരുന്നു. നോമ്പുകാരനായിരിക്കെ തന്നെ അവിടുന്ന് പിന്നെ നോമ്പ് അങ്ങനെ തന്നെ തുടർന്ന് പോകും. കുളിച്ച് നമസ്കരിച്ച് പിന്നെ പോകുമെന്നർത്ഥം. അപ്പൊ പുലരുന്നതിന് മുമ്പ് കുളിക്കണമെന്ന് നിർബന്ധമില്ല, പുലർന്നതിന് ശേഷം കുളിച്ചാലും നോമ്പിന് വിരോധമൊന്നുമില്ല എന്നർത്ഥം. ഇമാം ഇനി നോമ്പ് എന്ന് പറയുന്നത് എന്താണ്? ഭാഷയിൽ സൗമ് എന്ന് പറഞ്ഞാൽ ഇംസാക്ക് എന്നാണ്, പിടിച്ചു നിർത്തുക എന്നർത്ഥം. കുറേ കാര്യങ്ങൾ ചെയ്യാതെ പിടിച്ചു നിർത്തുകയാണ് നോമ്പ്. ഒന്നാമത്തത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ ആഹാര നീഹാരാദി കാര്യങ്ങൾ, ഭക്ഷണം, അതുപോലെ പാനീയം, ഇത് നോമ്പുകാരനായിരിക്കെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ കാമേച്ഛ പൂർത്തീകരിക്കാനും പാടില്ല എന്നത്. അത് ഏത് രൂപത്തിൽ കൂടിയാണെങ്കിലും പാടില്ലാത്തതാണ്. അനുവദനീയമായ സ്വന്തം ഭാര്യയുടെ യിലൂടെയാണെങ്കിലും അല്ലാത്ത രൂപത്തിലാണെങ്കിലും ഏത് രൂപത്തിലാണെങ്കിലും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നോമ്പ് മുറിഞ്ഞു പോകും. എന്നാൽ ഒരുത്തൻ ക്ഷമയില്ലാതെ അവൻ ഒരിക്കലും പ്രയാസം സഹിക്കാൻ കഴിയാതെ ഏതെങ്കിലും രൂപത്തിൽ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട് എന്ന് വെക്കുക. എന്നാലോ
എന്നാൽ അവൻ മൂന്നിലൊരു മാർഗമാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തത് ഒരടിമയെ മോചിപ്പിക്കണം. പക്ഷെ ഇന്ന് അടിമകളില്ല, അതുകൊണ്ട് ആ മോചനം ആ മാർഗം നമ്മുടെ മുമ്പിലില്ല. രണ്ടാമത്തെ കാര്യം, അതിന് പകരമായി അവൻ 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. ഒരു നോമ്പിന് പകരമായിട്ട് അവൻ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കണം. അതിനും ഒരാൾക്ക് കഴിയില്ലെങ്കിൽ മൂന്നാമത്തേതായിട്ടാണ് 60 ദരിദ്രന്മാർക്ക് അവൻ ആഹാരം നൽകണം. വളരെ ഗുരുതരമാണ് കുറ്റം എന്നർത്ഥം. ഒരുത്തൻ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ നോമ്പുകാരനായിരിക്കെ നിർവഹിച്ചാൽ അതുകൊണ്ട് അവൻ വലിയ ഒരു കുറ്റം ചെയ്യുന്നു. ആ കുറ്റത്തിന് അവൻ കഫാറത്ത്, പ്രായശ്ചിത്തം നൽകണം. നൽകേണ്ട പ്രായശ്ചിത്തമാണ് ഈ പറഞ്ഞത്. മൂന്നാമത്തേതാണ് 60 ദരിദ്രന്മാർക്ക് ആഹാരം നൽകുക എന്നത്. എന്നാൽ ഒരുത്തൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയി. അവരാണെങ്കിൽ ആ 60 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോൽക്കാനും കഴിയില്ല, സാധുക്കൾക്ക് ആഹാരം നൽകാനും അവൻ്റെ കയ്യിൽ പണവുമില്ല, കാശുമില്ല. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഒരു മനുഷ്യൻ വന്നിട്ട് തിരുമേനിയുടെ സന്നിധിയിലെത്തി പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അഹ്ലക്തു, ഞാൻ നശിച്ചു എന്ന്. തിരുമേനി ചോദിച്ചു, എന്തു പറ്റി നിനക്ക്, എന്താ നശിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ നോമ്പുകാരനായിരിക്കെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. തിരുമേനി ചോദിച്ചു, നിനക്ക് ഒരു അടിമയെ മോചിപ്പിക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. വീണ്ടും തിരുമേനി ചോദിച്ചു, എന്നാ പിന്നെ നിനക്ക് 60 ദിവസം നോമ്പ് നോൽക്കാൻ കഴിയുമോ? അദ്ദേഹം പറഞ്ഞു, അതിനും എനിക്ക് കഴിയില്ല. ചില റിപ്പോർട്ടിൽ ഇത് തന്നെ ഒരു നോമ്പ് കൊണ്ടാണല്ലോ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞു, എന്നാൽ നീ 60 ദരിദ്രന്മാർക്ക് ആഹാരം കൊടുക്കണം. അദ്ദേഹം പറഞ്ഞു, എനിക്കതിന് കഴിയില്ല. അപ്പോൾ തിരുമേനി കുറച്ചു നേരം മിണ്ടാതിരുന്നു. അപ്പോഴാണ് ഒരു വട്ടി കാരക്ക തിരുമേനിയുടെ മുമ്പിലെത്തുന്നു. തിരുമേനി തിരിഞ്ഞു ചോദിച്ചു, എവിടെ ആ ചോദിച്ച വ്യക്തി? അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്. തിരുമേനി പറഞ്ഞു, എന്നാൽ ഇത് എടുത്തു കൊണ്ടുപോ, എന്നിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്ക്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, മദീനയിൽ മാബൈന ലാബത്തൈഹ എന്നാണ് ഹദീസിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ലാബത്ത് എന്ന് പറയുന്നത് ചരക്കല്ല്, കറുത്ത ചരക്കല്ല് ഇതിനാണ് പറയുക. മദീനയുടെ 2 അറ്റത്തുമുള്ള 2 പ്രദേശങ്ങളാണ്. ആ മദീനയിൽ എന്നെക്കാൾ ദരിദ്രനായിട്ട് ഒരാളുമില്ല. അതുകൊണ്ട് എന്നെക്കാൾ ദരിദ്രനായിട്ട് ഉള്ളവർക്കാണോ ഇത് കൊടുക്കേണ്ടത്? തിരുമേനി പറഞ്ഞു, എന്നാൽ നീ കൊണ്ടുപോയിട്ട് നിന്റെ കുടുംബത്തിന് ഭക്ഷണം കൊടുത്തള. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾക്ക് അങ്ങനെ അബദ്ധം പറ്റി, പക്ഷെ അയാൾക്കത് സാധ്യവുമല്ല, പ്രായശ്ചിത്തം നൽകാൻ സാധ്യവുമല്ല, എന്നാൽ അയാൾക്കത് നൽകാതെ ഒഴിവാകാമെന്ന്. ഈ 3 കാര്യങ്ങളും, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതിയോ? ഇമാം ഷാഫി റഹ്മഹുല്ല പറയുന്നത്, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വ്യക്തമായ ഒരു ക്രമം ഇതിന് നൽകിയത് കൊണ്ട് ആ ക്രമത്തിൽ തന്നെയാണ് അത് സ്വീകരിക്കേണ്ടത് എന്നാണ്. ആദ്യം അടിമയെ മോചിപ്പിക്കുക, രണ്ടാമത് നോമ്പനുഷ്ഠിക്കുക. അത് രണ്ടും ഇല്ലെങ്കിൽ, സാധ്യമല്ലെങ്കിൽ മാത്രമാണ് മൂന്നാമത് ദരിദ്രന്മാർക്ക് ആഹാരം നൽകുക എന്ന്. ആഹാരം നൽകുന്ന രീതി എങ്ങനെയാണ്? ഇവിടെ മാത്രമല്ല, നോമ്പ് നഷ്ടപ്പെട്ടാൽ ഫിദിയ നൽകണം എന്നത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ്, ഒരു കർമ്മശാസ്ത്ര വിധിയാണ്. പല രൂപത്തിലും നോമ്പ് നഷ്ടപ്പെടാം. അതിൽ ഒരു രീതി, വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന പരിശുദ്ധ ഖുർആന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ
സംക്ഷേപിച്ചിട്ടുണ്ട്. അതായത് വഅലല്ലദീന യുതീഖൂനഹു, ആ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയുന്നവർ ഫിദിയത്തുൻ തആമു മിസ്കീൻ, ഒരു നോമ്പിന് പകരമായിട്ട് ഒരു ദരിദ്രന് ആഹാരം കൊടുത്താൽ മതി എന്നാണ്. അപ്പൊ നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നവർ തന്നെ നോമ്പനുഷ്ഠിക്കാതെ പണക്കാരാണെങ്കിൽ അവർ ഫിദിയ കൊടുത്ത് രക്ഷപ്പെട്ടാൽ മതിയോ? അതാണോ ഈ ആയത്തിന്റെ അർത്ഥം? ആദ്യം അങ്ങനെയായിരുന്നു നിയമം. പിന്നീട് ആ നിയമം ഭേദഗതി ചെയ്തു. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, റമളാൻ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതനായാൽ അവൻ നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞതോടുകൂടി ആദ്യം പറഞ്ഞ ഹുക്മ് ബാത്തിലായിപ്പോയി എന്നാണ് അവരുടെ അഭിപ്രായം. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, അതാണ് കുറച്ചുകൂടി ബുദ്ധിപരമായി തോന്നുന്നത്, വഅലല്ലദീന യുതീഖൂനഹു, അതാഖ എന്ന പദത്തിന് പ്രയാസത്തോടു കൂടി മാത്രം കഴിയുക എന്നർത്ഥമുണ്ട്. കഴിയുക എന്ന് മാത്രമല്ല, പ്രയാസത്തോടു കൂടി കഴിയുക. അപ്പൊ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രം നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്നവൻ ഫിദിയത്തുൻ തആമു മിസ്കീൻ, അവൻ അങ്ങനെ നോമ്പനുഷ്ഠിച്ചു കൊള്ളണമെന്നില്ല. അവൻ ഒരു ദരിദ്രൻ ആഹാരം നൽകിയാൽ മതി. എത്രയാണ് ഒരു ദരിദ്രൻ ആഹാരം നൽകേണ്ടത്? ഇപ്പൊ ഈ പ്രയാസത്തോടു കൂടി നോമ്പനുഷ്ഠിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് ആരൊക്കെ അതിൽപ്പെടും? ഗർഭിണികൾ അതിൽപ്പെടും, ചെറിയ കുട്ടികൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ അതിൽപ്പെടും, അതുപോലെ തന്നെ പ്രായാധിക്യത്താൽ ഭക്ഷണം കഴിക്കാതിരുന്നാൽ വിവശനായി പോകുമെന്ന് തോന്നുന്ന വൃദ്ധന്മാരും അതിൽപ്പെടും. ഈ കാര്യത്തിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ ആധുനികന്മാരായ ചില പണ്ഡിതന്മാർ പറയുന്നു, അത് മാത്രമല്ല, ഒരു ജോലിക്കാരൻ നല്ല ചൂടുള്ള സന്ദർഭം, പുറത്ത് സൈറ്റിൽ പോയി ജോലി ചെയ്യണം. ജോലി ചെയ്യുമ്പോൾ വിയർത്ത് വിയർത്ത് വെള്ളം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇടക്കിടക്ക് വെള്ളം കുടിക്കണം. ഇല്ലെങ്കിൽ ബോധക്ഷയം സംഭവിക്കും, മരിച്ചു പോകും, വീണുപോകും. ഇങ്ങനെയുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. എന്നാൽ ആ ജോലി റമദാനിൽ വേണ്ടെന്ന് വെച്ചൂടെ? വേണ്ടെന്ന് വെക്കാം, പക്ഷേ വീട്ടിൽ പട്ടിണി കിടക്കും. ഇങ്ങനെയാണെങ്കിൽ അവൻ ജോലി ചെയ്യണം, അവൻ നോമ്പ് ഉപേക്ഷിക്കുകയും ചെയ്യാം. അവൻ വഅലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞ ഈ പ്രയാസത്തോടു കൂടി നോമ്പനുഷ്ഠിക്കാൻ കഴിയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണത്. അതുകൊണ്ട് അവർക്കും നോമ്പ് ഉപേക്ഷിക്കാം. അതിന് പകരമായിട്ട് അവർ ഒരു ഫിദിയ കൊടുക്കണം. അതുപോലെ തന്നെ ഒരു രോഗി, ചില അൾസർ രോഗികളും മറ്റുമൊക്കെ ഉണ്ടാവും. ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട് അങ്ങനെയുള്ള രോഗികളോട് വളരെ ദീർഘമായ സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കരുത്. അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ആമാശയത്തിൽ ഉണ്ടാവുന്ന ഒരു തരം രസമുണ്ട്. അത് ഒരു ക്ഷാരഗുണമുള്ള ഒരു രസമാണ്. ആ രസം ഭക്ഷണം ദഹിപ്പിക്കാനൊന്നുമില്ലെങ്കിൽ അത് കുടലിനെ ബാധിക്കും. അങ്ങനെയുള്ള രോഗികൾക്ക്, സാധാരണ എല്ലാവർക്കും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വിശ്വസ്തനായ ഒരു ഡോക്ടർ പറയുകയാണ്, നീ നോമ്പനുഷ്ഠിക്കുന്നത് നിനക്ക് ഹാനികരമാണ്, അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്കും ഈ ആനുകൂല്യം സ്വീകരിച്ചുകൊണ്ട് നോമ്പ് ഉപേക്ഷിക്കാം. പക്ഷേ വഅലല്ലദീന യുതീഖൂനഹു എന്ന് പറയുന്നതിന് മുമ്പ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രോഗിയാണെങ്കിൽ അവൻ ഫിദിയ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ രോഗം നാളെ സുഖമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഈ റമളാനിൽ മാത്രമാണ് എനിക്ക് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തത്, അടുത്ത മാസമോ 2 മാസമോ കഴിയുമ്പോഴേക്കും രോഗം സുഖമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവൻ ഫിദിയ കൊടുക്കേണ്ടതില്ല, മറിച്ചവൻ പ്രതീക്ഷിച്ചിരിക്കണം. സമയം ലഭിക്കുമ്പോൾ ആരോഗ്യം തിരിച്ചു കിട്ടിയാൽ അവൻ നോമ്പ് അനുഷ്ഠിച്ചു വീട്ടുകയാണ് വേണ്ടത്. വഅൻ തസൂമു ഖൈറൻ ലക്കും എന്ന് ഖുർആൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നോമ്പ് അനുഷ്ഠിക്കൽ തന്നെയാണ് നിങ്ങൾക്ക് ഉത്തമം. എങ്ങനെയെങ്കിലും നോമ്പിൽ നിന്ന് രക്ഷപ്പെടുകയല്ല, എങ്ങനെയെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്നർത്ഥം. സാധ്യമല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് ഫിദിയ കൊടുക്കുവാൻ അനുവാദം നൽകിയിട്ടുള്ളത്. അവരൊരു നോമ്പിന് പകരമായിട്ട് ഒരു ദരിദ്രൻ ആഹാരം കൊടുത്താൽ മതി.
ഒരു ദരിദ്രൻ ആഹാരം കൊടുക്കേണ്ടത് എത്രയാണ്? പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത് ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുന്നത് എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെയും ഫിദിയ എന്നാണ്. നോമ്പിന്റെ ഫിദിയ ഫിത്ർ സക്കാത്ത് എത്രയാണ്? ഒരു സാഹ് എന്നത് എത്രയായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ആധുനികരായ പണ്ഡിതന്മാർ ദീർഘമായ ഗവേഷണങ്ങളൊക്കെ നടത്തി ഇന്നത്തെ നമ്മുടെ തൂക്ക സമ്പ്രദായം അനുസരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം 2.25 കിലോ ആണ്. ഈ 2.25 കിലോ എന്താണ് കൊടുക്കേണ്ടത്? ഓരോ നാട്ടുകാരുടെയും പ്രധാന ഭക്ഷ്യധാന്യം ഏതാണോ അതാണ് കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അരി കൊടുക്കേണ്ടത് ഏറ്റവും മുന്തിയ അരിയല്ല, എന്നാൽ ഏറ്റവും താഴ്ന്ന അരിയുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ് കൊടുക്കേണ്ടത്. ഇതെല്ലാ കൊടുതിയെ സംബന്ധിച്ചും ദാനധർമ്മങ്ങളെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഏറ്റവും മുന്തിയതല്ല, ഏറ്റവും താഴ്ന്നതുമല്ല, രണ്ടിൻ്റെയും ഇടയിലുള്ളതാണ്. അങ്ങനെയുള്ള അരിക്ക് 2.25 കിലോ, അതിന് നമ്മുടെ നാട്ടിൽ എന്ത് വില വരും? അതാണ് നോക്കേണ്ടത്. ഇവിടെയുള്ള പണ്ഡിതന്മാർ അത് സംബന്ധിച്ച് ധാരാളം ചർച്ച നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഒരു ഭക്ഷണമായി ഒരാൾക്ക് ഉപയോഗിക്കാൻ ആ ധാന്യത്തിൻ്റെ മാത്രം വില കൊടുത്താൽ പോരല്ലോ, അതൊരു ഭക്ഷണമാക്കാൻ ആവശ്യമായ മറ്റു കാര്യങ്ങൾ കൂടിയൊക്കെ ചേർത്തുകൊണ്ട് 15 റിയാൽ എന്ന് കണക്കാക്കിയിരിക്കുന്നു. ഇവിടുത്തെ പണ്ഡിതന്മാർ 15 റിയാൽ എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ രൂപത്തിൽ ഫിദിയ കൊടുക്കുവാൻ ബാധ്യസ്ഥരായ ആളുകൾ ഒരു നോമ്പിന് 15 റിയാൽ വീതം ഫിദിയ കൊടുക്കണം. എന്നാൽ നാട്ടിലാണ് ഒരുത്തന് ഇങ്ങനെയുള്ള ഫിദിയ ബാധ്യത വന്നു ചേരുന്നതെങ്കിൽ നാട്ടിലുള്ള കണക്കനുസരിച്ചാണ് കൊടുക്കേണ്ടത്. ഇവിടെയുള്ള കണക്കനുസരിച്ച് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് പോലെ തന്നെ ഫിത്ർ സക്കാത്ത് നാട്ടിൽ കൊടുക്കുന്ന വിഹിതം ഇവിടെ കൊടുത്താൽ പോരാ. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ജീവിത നിലവാരമനുസരിച്ച് ഇവിടെയുള്ളവർ ആ രൂപത്തിൽ അത് കൊടുക്കണം. ഇവിടെയുള്ളവർ 15 റിയാൽ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എന്നാൽ അവർ തന്നെ ചെലവ് കൊടുക്കാൻ ബാധ്യസ്ഥരായ അവരുടെ കുടുംബം നാട്ടിലാണുള്ളതെങ്കിൽ നാട്ടിലുള്ളവർക്ക് വേണ്ടി ഈ 15 റിയാൽ കൊടുക്കേണ്ടതില്ല. അവിടുത്തെ നിലവാരം എങ്ങനെയാണോ എത്രയാണോ അത് വെച്ചുകൊണ്ടാണ് അവർ അവിടെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. ഫിദിയയും അതുപോലെ തന്നെയാണ്. രോഗിയും യാത്രക്കാരനും നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. യാത്രക്കാർക്ക് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്ന് ഖുർആനിൽ നിന്ന് നസ്സാണ്, നേർക്കുനേരെ ഖണ്ഡിതമായി തന്നെ ഖുർആൻ പറഞ്ഞതാണ്. ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ, രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റു ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിച്ച് വീട്ടിയാൽ മതി. എന്നാൽ ഇതൊരു റുഖ്സയാണ്, അതായത് ഒരു ഇളവാണ്. ആ ഇളവ് എല്ലാവരും നിർബന്ധമായി സ്വീകരിക്കണമെന്നുണ്ടോ? അങ്ങനെയില്ല. ഒരാൾക്ക് യാത്ര ക്ലേശകരമല്ല എന്ന് തോന്നുകയാണെങ്കിൽ യാത്രയിലും നോമ്പനുഷ്ഠിക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇന്നത്തെക്കാൾ ക്ലേശകരമായ യാത്രയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്തുണ്ടായിരുന്നത്. ഒട്ടകപ്പുറത്ത് വെയിലേറ്റുകൊണ്ട് യാത്ര ചെയ്യുവാനായിരുന്നു അവർ നിർബന്ധരായിരുന്നത്. അങ്ങനെയുള്ള സഹാബികൾ തന്നെ നബി തിരുമേനിയോടൊപ്പം യാത്ര പോയിരുന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ചിലർ നോമ്പനുഷ്ഠിക്കുകയും ചിലർ നോമ്പ് മുറിക്കുകയും ചെയ്തിരുന്നു. രണ്ടും തിരുമേനി അംഗീകരിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഹംസത്ത് ഇബ്നു അംറുൽ അസ്ലമി എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, അസൂമു ഫി സഫർ, യാത്രയിൽ ഞാൻ നോമ്പ് നോൽക്കണം? ഈ സഹാബിയെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ധാരാളമായി നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്ന ഒരു സഹാബിയാണ്. നോമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറണമെന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ തിരുമേനി പറഞ്ഞു, ഇൻ ശീത ഫസും വൈൻ ശീത ഫഅഫ്തിർ, വേണമെങ്കിൽ നോമ്പ് നോൽക്കാം, വേണമെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യാമെന്ന്. എന്നാൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട്
എന്നാലും ഞാൻ നോമ്പെടുക്കട്ടെ എന്നൊരുത്തൻ തീരുമാനിക്കേണ്ടതില്ല. വലൈസ മിനൽ ബിർരി സിയാമു ഫി സഫർ. തിരുമേനി ഒരു കൂട്ടരോട് അവരുടെ ഭാഷയിൽ തന്നെ വേറെ രൂപത്തിൽ പറഞ്ഞു, ലൈസ മിനം ബിർരിം സിയാമും ഫി സഫർ. യാത്രയിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പുണ്യമല്ല എന്ന് ഒരുത്തരോട് പറഞ്ഞിട്ടുണ്ട്. വേറൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്ഥലത്ത് വന്നു. അവിടെ ചെന്നപ്പോൾ കുറച്ചാളുകൾ ടെന്റുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി ആ ടെന്റിൽ നോമ്പുകാരായ ആളുകളെ കിടത്തി അവരെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ തിരുമേനി ചോദിച്ചു, എന്താണിത്? അവർ പറഞ്ഞു, ഇത് നോമ്പുകാരാണ്, ഞങ്ങൾ അവരെ ശുശ്രൂഷിക്കുകയാണ്. തിരുമേനി പറഞ്ഞു, എന്നാൽ ഇന്ന് നോമ്പ് നോൽക്കാത്തവരാണ് പുണ്യവും കൊണ്ടുപോയത്. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പനുഷ്ഠിക്കേണ്ടതില്ല. നോമ്പ് എന്നത് ശാരീരികമായ പീഡനമേൽപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പെടുത്തിയ ഒരു ഏർപ്പാടല്ല, അത് മറ്റു ചില ശിക്ഷണങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയ ഒരു രീതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത് മുഖേന പഠിപ്പിച്ചത്. നോമ്പ് ഒരാൾക്ക് കടമുണ്ടെങ്കിൽ, അതായത് റമദാനിൽ നേരത്തെ പറഞ്ഞ വല്ല കാരണത്താലും നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ വന്നു, അടുത്ത സന്ദർഭത്തിൽ നോമ്പനുഷ്ഠിക്കാമെന്ന് വെച്ചു, യാത്രയിലോ രോഗിയായിട്ടോ മറ്റോ, എന്നാൽ അയാൾ അത് ഉടനെ തന്നെ നോറ്റുവീട്ടണമോ, അതായത് ലഭിക്കുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ അത് നോറ്റുവീട്ടണമെന്നുണ്ടോ? അങ്ങനെയില്ല. ഉദാഹരണമായി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവകാരികളാണെങ്കിൽ അവർ നോമ്പനുഷ്ഠിക്കാൻ പാടില്ല ആ സന്ദർഭത്തിൽ. അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ നമസ്കാരം പാടില്ലാത്ത ആ രൂപത്തിലുള്ള സന്ദർഭത്തിലും അവർ നോമ്പനുഷ്ഠിക്കുവാൻ പാടില്ല. പക്ഷെ നമസ്കാരത്തിന് അവർക്ക് തീരെ വിടുതിയുണ്ട്, പിന്നെ അത് നമസ്കരിച്ച് വീട്ടേണ്ടതില്ല. അങ്ങനെയല്ല നോമ്പ് അതിൻ്റെ ദിവസങ്ങൾ പകരമായിട്ട് നോറ്റുവീട്ടണം. ഇങ്ങനെയുള്ള സ്ത്രീകൾ അവർക്ക് ലഭിക്കുന്ന ആദ്യ അവസരം തന്നെ, ഉദാഹരണമായിട്ട് റമദാനിൽ പുഷ്പിണിയായ സ്ത്രീ നോമ്പനുഷ്ഠിക്കാത്ത ദിവസങ്ങൾ ശവ്വാൽ വന്നപ്പോൾ അവർ ശുദ്ധിയായി കുളിച്ച ഉടനെ തന്നെ നമസ്കരിച്ച് വീട്ടണം, അല്ല നോമ്പായിട്ട് ശുദ്ധിച്ച് വീട്ടണമോ? അങ്ങനെ വേണ്ടതില്ല. ഉദാഹരണമായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അങ്ങനെ എനിക്ക് കടമുണ്ടായിരുന്ന നോമ്പ് അടുത്ത ശഅബാനിലാണ് ഞാൻ വീട്ടാറുണ്ടായിരുന്നത്. അപ്പൊ അത്രയും ദീർഘിപ്പിക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഉമ്മക്കോ അല്ലെങ്കിൽ ഉപ്പാക്കോ ഇതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ കടമുള്ള നോമ്പുകളുണ്ടെങ്കിൽ ആ നോമ്പ് മറ്റൊരാൾക്ക് നോറ്റുകൂട്ടുന്നതിന് വിരോധമില്ല, പ്രത്യേകിച്ചും മക്കൾക്ക് നോറ്റുകൂട്ടുന്നതിന് വിരോധമില്ല. ഇത് റമദാൻ പോലെയുള്ള ബാധ്യതകളോടുകൂടി വരുന്ന നോമ്പുകൾക്ക് ബാധകമല്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ ഒരുത്തൻ നോമ്പ് നോൽക്കാൻ നേർച്ചയാക്കി, അത് കടമായി. മക്കൾക്ക് ഈ കാര്യം അറിയാം. വാപ്പ അല്ലെങ്കിൽ ഉമ്മ അങ്ങനെ കടത്തോടുകൂടി നോമ്പ് അനുഷ്ഠിക്കാതെ മരിച്ചുപോകും, എന്നാൽ മക്കൾക്കത് നോമ്പ് വീട്ടാം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത് വഅലൈഹാ സൗമു ശഹർ അഫ അഖ്ലീഹി അൻഹാ. ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, എൻ്റെ ഉമ്മാക്ക് ഒരു മാസത്തെ നോമ്പ് കടമുണ്ടായിരുന്നു, അത് അനുഷ്ഠിക്കാൻ കഴിയാതെ അവർ മരിച്ചുപോയി. അവർക്ക് പകരമായിട്ട് ഞാനത് നോമ്പ് അനുഷ്ഠിച്ച് വീട്ടണമോ? തിരുമേനി പറഞ്ഞു, ലൗകാന അലാ ഉമ്മിക ദൈനുൻ അകുന്ത ഖാളിയഹു. നിന്റെ ഉമ്മാക്ക് വല്ല കടവും ഉണ്ടായിരുന്നുവെങ്കിൽ അത് നീ വീട്ടി കൊടുക്കേണ്ടതുണ്ടോ? അവർ പറഞ്ഞു, വേണം. എന്നാൽ അള്ളാഹുവിൻ്റെ കടവും അങ്ങനെ തന്നെയാണ്, അത് നോറ്റുപൂട്ടണം എന്നർത്ഥം. ഈ പറഞ്ഞത് നേർച്ച പോലെയുള്ള
സ്വയം ബാധ്യതയാക്കി വച്ച നോമ്പുകൾക്ക് മാത്രമാണ് ബാധകമാവുക. റമദാൻ പോലെയുള്ള നോമ്പുകൾക്ക് ഇത് ബാധകമാവുകയില്ല. അത് ഓരോ വ്യക്തിയും സ്വന്തം ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കേണ്ടതാണ്. അങ്ങനെ ഒരുത്തന് ഉദ്ദേശമുണ്ടായിരുന്നില്ല, അവൻ വാപ്പാക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ അങ്ങനെ നോമ്പ് നോൽക്കണമെന്ന് വിചാരമുണ്ടായിരുന്നില്ല, അങ്ങനെ അവർ മരിച്ചുപോയി. അതിന് പകരം മക്കൾ നോമ്പ് അനുഷ്ഠിച്ചാൽ മതിയാവുകയില്ല എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. നോമ്പ് എന്ന് പറയുന്നത് ശാരീരികമായ ശിക്ഷണത്തിന് വേണ്ടിയല്ല എന്ന് നാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ അവസാന സമയം വരെ ഭക്ഷണം കഴിക്കുവാനും അവസാനം അത്താഴം കഴിക്കുവാനും പഠിപ്പിച്ച തിരുമേനി നോമ്പ് തുറക്കുന്ന സമയമായാൽ ഉടനെ തന്നെ നോമ്പ് തുറക്കുവാനും കൽപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു, ലാ യസാലുന്നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ർ. ജനങ്ങൾ വേഗത്തിൽ നോമ്പ് തുറക്കുന്ന കാലത്തോളം അവർ ഖൈറിലാണ്. ഒരുത്തൻ വിചാരിക്കുകയാണ്, ഏതായാലും ഇത്ര നേരം പട്ടിണി കിടന്നു, ഇനി നിസ്കരിച്ചൊക്കെ വന്നിട്ട് സൗകര്യം പോലെയൊക്കെ നോമ്പ് തുറക്കാം, എന്തിനാണ് ഇത്ര ധൃതി കാണിക്കുന്നത് എന്ന് ഒരു നല്ല വിചാരത്തോടു കൂടി ഒരുത്തൻ കരുതുകയാണെങ്കിലോ അത് നല്ല വിചാരമല്ല. അങ്ങനെയല്ല അവൻ ചെയ്യേണ്ടത്. ബാങ്ക് കൊടുത്താൽ ഉടനെ തന്നെ നോമ്പ് തുറന്നതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നർത്ഥം. നോമ്പ് തുറക്കണം എന്ന് പറഞ്ഞു, എന്നാൽ ഒരുത്തൻ നോമ്പ് തുറക്കുന്നില്ല, 2 ദിവസമോ 3 ദിവസമൊക്കെ തുടർച്ചയായിട്ട് അങ്ങ് നോമ്പ് നോൽക്കുകയാണ്. പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുത്തൻ അങ്ങനെ ചെയ്യുകയാണെങ്കിലോ അങ്ങനെ ചെയ്യരുത് എന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. വിസാൽ, തുടർച്ചയായിട്ട് ഒന്നിച്ച് നോമ്പ് നോൽക്കുക. ഒരു നോമ്പ് മുറിക്കേണ്ട സമയത്ത് മുറിക്കാതെ ഭക്ഷണം കഴിക്കാതെ വീണ്ടും അടുത്ത ദിവസവും കൂടി നോമ്പ് നോൽക്കുക. ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തിരുമേനി പറഞ്ഞിരിക്കുന്നു. നോമ്പ് നോൽക്കാൻ പാടില്ലാത്ത ചില ദിവസങ്ങളുണ്ട്. 2 പെരുന്നാൾ ദിവസങ്ങൾ, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയും. ഈദുൽ അദ്ഹയിൽ അയ്യാമു തശ്രീഖും പെട്ടു. 3, 1, 4 ദിവസം നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. അതുപോലെ ആദ്യത്തെ പെരുന്നാളിന് 1 ദിവസവും നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. വെള്ളിയാഴ്ച മാത്രമായിക്കൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. ഇത് റമദാനുമായി ബന്ധപ്പെട്ടതല്ല. റമദാൻ അല്ലാത്ത രൂപത്തിൽ ഒരുത്തൻ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുകയാണ്. അത് വെള്ളിയാഴ്ച തെരഞ്ഞു പിടിച്ച് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, അതുപോലെ ശനിയാഴ്ച തെരഞ്ഞു പിടിച്ച് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഇത് രണ്ടും പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വിലക്കിയിരിക്കുന്നു. എന്താണ് അങ്ങനെ വിലക്കാൻ കാരണം? പണ്ഡിതന്മാർ അതിന് പല കാരണങ്ങളും കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ പിന്നാലെ പോകുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ തിരുമേനി ഇത് വിലക്കിയിട്ടുണ്ട് എന്നത് ശരിയാണ്. ആ ദിവസം മാത്രമായി നോമ്പനുഷ്ഠിക്കുന്നതാണ് വിലക്കിയത്. എന്നാൽ ഒരുത്തൻ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പനുഷ്ഠിക്കാറുണ്ട്, 13, 14, 15 ദിവസങ്ങളിൽ. അതിലൊരു വെള്ളിയാഴ്ച പെട്ടു, അതിന് വിരോധമില്ല. അല്ലെങ്കിൽ എല്ലാ 15നും നോമ്പനുഷ്ഠിക്കാറുണ്ട്. ആ ഒരു മാസം വന്ന 15 വെള്ളിയാഴ്ചയാണ്, എന്നാലും അതിന് വിരോധമില്ല. അതല്ലാത്ത രൂപത്തിൽ തെരഞ്ഞ് ഏതെങ്കിലും ഈ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ തിരഞ്ഞെടുക്കാൻ പാടില്ല എന്ന് മാത്രമാണ്. അറഫ ദിവസവും അതുപോലെ തന്നെ. അറഫയിൽ നിൽക്കുന്നവർക്ക് നോമ്പനുഷ്ഠിക്കാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ സുന്നത്ത് നോമ്പാണെങ്കിൽ ഭർത്താവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അനുഷ്ഠിക്കുവാൻ പാടുള്ളൂ എന്നാണ് തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഫർള് നോമ്പുകൾക്ക് ഇത് ബാധകമല്ല. അവിടെ ഭർത്താവിൻ്റെ അനുമതി കാത്തിരിക്കേണ്ടതില്ല. ഒരുത്തൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ഛർദ്ദിച്ചു പോയി, എന്നാലോ നോമ്പ് മുറിയുമോ? നോമ്പ് മുറിയില്ല. ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയില്ല. പക്ഷെ ഒരുത്തന് ശക്തിയായ തലവേദനയുണ്ട്. അതുകൊണ്ട് ഛർദ്ദിച്ചാൽ കുറെ തലവേദന മാറുമെന്ന് കരുതി എന്തെങ്കിലും കൊള്ളിയോ മറ്റോ വായിലിട്ടുകൊണ്ട് ഛർദ്ദി ഉണ്ടാക്കി ഛർദ്ദിച്ചു, എന്നാൽ നോമ്പ് മുറിയും. ഉണ്ടാക്കി ഛർദ്ദിച്ചാൽ നോമ്പ് മുറിയും. സ്വമേധയ ഛർദ്ദി വന്നാൽ നോമ്പ് മുറിയുകയില്ല. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്.
നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ ഫുഖഹാക്കൾ പണ്ട് കിതാബുകളിലൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിലില്ലാത്ത ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, ഇദാ ജാഅ സൗമു അഹദിക്കും, നോമ്പ് ദിവസം വന്നാൽ ഫലാ യർഫുസ് വലാ യജ്ഹൽ വഇൻ ഇംറഉൻ ശാതമഹു ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സായിം. നോമ്പ് ദിവസം വന്നാൽ ചില അച്ചടക്കം, ചിട്ട ഓരോരുത്തരും പാലിക്കേണ്ടതുണ്ട് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. ഫലാ യർഫുസ്, റഫസ് എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലും അറബിയിൽ അത് പ്രയോഗിക്കും. നേർക്കുനേരെ ഒരുത്തൻ തന്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് റഫസ് എന്ന് പറയും. വഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസായിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു ഖുർആൻ. നോമ്പ് ദിവസം രാത്രിയിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന് വിരോധമില്ല എന്ന് പഠിപ്പിച്ചെടുത്ത് റഫസ് എന്നാണ് അതിൽ പ്രയോഗിച്ചിരിക്കുന്നത്. അതല്ലാത്ത മ്ലേച്ഛമായ എന്തെങ്കിലും വർത്തമാനമോ പ്രവൃത്തിയോ അതിനും റഫസ് എന്ന് പറയും. ഹലാലായ രൂപത്തിൽ മനുഷ്യന്റെ ലൈംഗികാവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് പോലെ ഹറാമായ രൂപത്തിൽ പ്രയോഗിക്കുന്നതിനും റഫസ് എന്ന് പറയും. എന്നല്ല ഇമാം ഇബ്നു ഹജർ പറയുന്നത്, അതിന്റെ മുന്നോടിയായി ചെയ്യുന്നതിനും റഫസ് എന്ന് പറയുമെന്നാണ്. അങ്ങനെ വരുമ്പോൾ ഒരുത്തൻ നോമ്പ് നോറ്റിരിക്കുന്നു, എന്നിട്ട് അവൻ തൻ്റെ കാമുകിയുമായി ടെലഫോണിലോ അല്ലെങ്കിൽ നേരിട്ടോ ഇങ്ങനെ കാമോദ്ദീപകമായ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാലോ നോമ്പ് മുറിയും പല എയർഫുസ് എന്ന് പറഞ്ഞതിൽ പെട്ടതാണ്. അതുമല്ല, വേറൊരുത്തൻ ഏതായാലും നോമ്പ് നോറ്റിരിക്കുന്നു, പണിയൊന്നുമില്ല, നേരത്തെ 12 മണിക്ക് തന്നെ പണിയൊക്കെ തീർന്നു, അതുകൊണ്ട് റൂമിൽ വന്നു, ഇനി എന്താ ചെയ്യേണ്ടത്? അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സമയമുണ്ട്, ഈ സമയം എങ്ങനെയെങ്കിലും കൊല്ലണം അവന്. ആ കൊല്ലുന്നതിന് വേണ്ടി അവൻ TV തുറന്നു, അതിലുണ്ട് വളരെ മോശമായ ഒരു ഫിലിം വരുന്നു, അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവൻ എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടുവന്ന ഒരു കാസറ്റ്, അത് കൊണ്ടുവന്ന് അതിലിട്ടിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇങ്ങനെയുള്ള ആഭാസങ്ങൾ മാത്രം കാണിക്കുന്നു. നോമ്പും നോറ്റിരിക്കുന്നു. എന്നാലോ ഫലാ യർഫുസ് എന്ന് പറഞ്ഞതിൽ അതിൽ പെട്ടു. അങ്ങനെ ചെയ്യാൻ പാടില്ല, നോമ്പുകാരനായിരിക്കും ചെയ്യാൻ പാടില്ല, അവന് നോമ്പ് മുറിഞ്ഞു പോകും. അതുമല്ല, വേറൊരുത്തൻ ഒരു നോവൽ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു. ആ നോവലിന്റെ ഉള്ളടക്കം ഏകദേശം എന്താണെന്നൊക്കെ മനസ്സിലാക്കി വാങ്ങിക്കൊണ്ടുവന്നത് തന്നെയാണ്. അമ്മാരിലൊരു നോവല, ഒരു പൈങ്കിളി, മനുഷ്യന്മാരുടെ മൃദുല വികാരങ്ങൾ ഇളക്കി വിടുന്ന തരത്തിലുള്ള ഒരു നോവൽ. അത് വാങ്ങിക്കൊണ്ടുവന്ന് നോമ്പുകാരനാണ്, ഒരുപാട് സമയമുണ്ട്, അതുകൊണ്ട് അത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പത്രങ്ങളായാലും അങ്ങനെയുള്ള മാസികകളായാലും അങ്ങനെയുള്ള നോവലുകളായാലും അത് വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും അതൊക്കെ ഈ റഫസിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ നോമ്പിന് ഭംഗം വരുത്തുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. നോമ്പ് എന്ന് പറയുന്നത് ഒഴിവുണ്ടാക്കി തന്നതല്ല. നോമ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ളതാണ്. അതുകൊണ്ട് നോമ്പുകാരൻ എന്താണ് വിചാരിക്കേണ്ടത്? ഞാൻ എൻ്റെ ഓരോ നിമിഷവും അള്ളാഹുവിലേക്ക് അടുക്കുവാൻ എന്തും ചെയ്യണം എന്നാണ്. പ്രത്യേകിച്ചും നേരത്തെ ഇവിടെ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമദാൻ. ഞാൻ ഈ റമദാനിൽ ഒരാവർത്തിയെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല എൻ്റെ മാർഗദർശനത്തിന് വേണ്ടി എനിക്ക് നൽകിയ വിശുദ്ധ ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ എന്നൊരുത്തൻ തീരുമാനിക്കണം. അതാണ് റമദാനിൽ അവൻ ചെയ്യേണ്ടത്. അവൻ്റെ സമയം അങ്ങനെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ധാരാളം പല സിദ്ധാന്തങ്ങളും മനപാഠമാക്കി വെച്ച വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. ലോകത്ത് പ്രചാരത്തിലുള്ള പല സിദ്ധാന്തങ്ങളും തിയറികളും അതുപോലെ വലിയ വലിയ തത്വശാസ്ത്രങ്ങളും മറ്റുമൊക്കെ മനസ്സിലാക്കി വെച്ച ആളുകളുണ്ട്. പക്ഷെ അവരിൽ വലിയൊരു വിഭാഗം ആളുകൾ ഖുർആൻ പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല എന്നത് പോകട്ടെ, പഠിക്കാൻ ശ്രമിക്കുന്നുമില്ല എന്നതാണ് സത്യം. വിശുദ്ധ റമദാൻ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരവസരമാണ്. ഈ റമദാനിലെങ്കിലും ഒരാവർത്തി ഖുർആൻ എന്താണെന്ന് പരിശോധിക്കട്ടെ ഞാൻ എന്ന് തീരുമാനിക്കണം. ഇവിടെ ഒരുപാട് ഖുർആൻ പരിഭാഷകളുണ്ട്. ഞാൻ പറയുന്നില്ല
ഇതിലേത് പരിഭാഷയാണ് നിങ്ങൾ വായിക്കേണ്ടത് എന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും ഒരു പരിഭാഷ എടുത്തുകൊണ്ട് അറബി അറിയാത്ത ഒരാൾ ഈ ഖുർആൻ ഒരാവർത്തി അതിൻ്റെ പരിഭാഷയോടുകൂടി വായിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതാണ് നോമ്പിനോട് ചെയ്യുന്ന ധർമ്മം അല്ലെങ്കിൽ ശരിയായ സമീപനം. നോമ്പ് ഈമാനോടും ഇഹ്തിസാബോടും കൂടിയാണ് അനുഷ്ഠിക്കേണ്ടത്, എന്നാലേ പ്രതിഫലം ലഭിക്കൂ. അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ തിരുമേനി പറയുന്നു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമാ തഅഖർ. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് അസ്ഹാബു സുനൻ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്. ഈമാൻ, മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പട്ടിണി കിടക്കുന്നത് വെറുതെ അല്ല, ഇതെൻ്റെ രക്ഷിതാവ് എന്നോട് പഠിപ്പിച്ചത് കൊണ്ട് ആ കൽപ്പനയെ അനുസരിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ രക്ഷിതാവിൽ നിന്ന് ഇതിന് പ്രതിഫലം ലഭിക്കണം എന്ന് മോഹിച്ചുകൊണ്ട്, അവൻ്റെ മാത്രം വജിത് മോഹിച്ചുകൊണ്ട് ഒരുത്തൻ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് ഈ പ്രതിഫലം ലഭിക്കും. കഴിഞ്ഞുപോയ അവൻ്റെ കുറ്റങ്ങളൊക്കെ അതുകൊണ്ട് അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. ഇനി ഒരുത്തൻ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും നോമ്പ് നോക്കുന്നു, കൂട്ടത്തിൽ ഞാനും എന്നാൽ പിന്നെ നോമ്പുകാരനാകട്ടെ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ എങ്ങനെ നടക്കാൻ കഴിയും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നോമ്പനുഷ്ഠിച്ചതെങ്കിലും അവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഫലം ഉണ്ടാവുകയില്ല. അവൻ ആളുകളെ ചീത്ത പറഞ്ഞും അവൻ്റെ നാവിനെ നിയന്ത്രിക്കാതെയും മറ്റുമൊക്കെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ തിരുമേനി പറയുന്നത്, മല്ലം യദ ഖൗല അസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ. ഒരുത്തൻ മോശമായ വൃത്തികെട്ട വാക്കും പ്രവൃത്തിയും ഒന്നും ഉപേക്ഷിക്കാൻ സന്നദ്ധനല്ലെങ്കിൽ പിന്നെ അവൻ പട്ടിണി കിടക്കണമെന്ന് അള്ളാഹുവിന് ഒരാവശ്യവുമില്ല. അവൻ വെറുതെ പട്ടിണി കിടക്കുകയാണ്, അവന് ഭക്ഷണം കഴിക്കലാണ് നല്ലത്. മറിച്ച് നോമ്പാണോ അനുഷ്ഠിക്കുന്നത്, അവൻ അവൻ്റെ നാവിനെ നിയന്ത്രിക്കണം, അവൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം, സൂക്ഷ്മതയോടുകൂടി ജീവിക്കണം. അങ്ങനെ സൂക്ഷ്മതയുടെ ഒരു ലോകത്തേക്ക് അവൻ കടന്നു വരണം. അപ്പോൾ മാത്രമേ അവൻ്റെ നോമ്പ് ഫലവത്താവുകയുള്ളൂ, അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമായി തീരുകയുള്ളൂ. നോമ്പ് നോറ്റാൽ പാടില്ലെന്ന് വിചാരിക്കുന്ന പല സംഗതികളുമുണ്ട്. അതിലെല്ലാം പാടില്ലാത്തതൊന്നുമല്ല. നോമ്പ് നാറ്റാൽ പല്ല് തേക്കാം എന്നല്ല, പല്ല് തേക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നോമ്പുകാരനായിരിക്കെ തന്നെ കണക്കില്ലാത്തത്ര തവണ പല്ല് തേക്കാറുണ്ടായിരുന്നുവെന്ന്. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഉച്ച തിരിഞ്ഞ് പല്ല് തേക്കുന്നത് കറാഹത്താണ്. ഒരുപക്ഷെ ഇതിന് കാരണം ഒരു ഹദീസ് സഹീഹായിട്ട് വന്നിട്ടുണ്ട്. ഹദീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി ലഖലൂഫു ഫമിസ് സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ സത്യം, അതായത് അള്ളാഹുവിൽ സത്യം, നോമ്പുകാരന്റെ നാവിൽ നിന്ന് ഉത്ഭൂതമാകുന്ന ദുർഗന്ധം അള്ളാഹുവിങ്കൽ മിസ്കിനേക്കാൾ സുഗന്ധമുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ പറഞ്ഞതിന്റെ താല്പര്യം പല്ല് തേക്കാതിരിക്കണം എന്നല്ല, നോമ്പുകാരൻ പല്ല് തേക്കാതിരിക്കണം എന്നല്ല, മറിച്ച് പല്ല് തേച്ചാലും ഭക്ഷണം കഴിക്കാതെ ദീർഘനേരം ഇരിക്കുമ്പോൾ വായിൽ നിന്ന് ദുർഗന്ധമുണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ദുർഗന്ധത്തിന്റെ പേരിൽ അവൻ വിഷമിക്കേണ്ടതില്ല, അതിന് അള്ളാഹു അവന് പ്രതിഫലം നൽകും പ്രത്യേകിച്ച് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ പറഞ്ഞതിന്റെ താല്പര്യം. കാരണം പണ്ഡിതന്മാരിൽ വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇബ്നു സീരീൻ റഹ്മഹുല്ലാ പറയുകയാണ്, പല്ല് തേക്കാം, ലാ ബഅസ ബിസ്സിവാക്കി, പല്ല് തേക്കാം എന്നല്ല, പച്ചയായ കൊള്ളി കൊണ്ട് തന്നെ പല്ല് തേക്കാം. കീല ലഹു തഅമുൻ, പച്ചയായ കമ്പാണെങ്കിൽ അതിനൊരു പ്രത്യേക രുചി ഉണ്ടാകുമല്ലോ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വെള്ളത്തിനുമില്ലേ ഒരു രുചി, അതുപോലെയുള്ളൊരു രുചി ഒന്നേ അതിനെക്കുറിച്ച് കണക്കാക്കേണ്ടതുള്ളൂ.
ഇത് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾക്ക് നേരത്തെ ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പച്ച കമ്പ് കൊണ്ട് പല്ല് തേക്കാമെങ്കിൽ പേസ്റ്റ് തേച്ചുകൊണ്ടും പല്ല് തേക്കാം. പക്ഷെ അത് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് സൂക്ഷിക്കണം എന്ന് മാത്രം. അതുപോലെ നോമ്പുകാരനാണെങ്കിൽ നല്ല ചൂടുള്ള സന്ദർഭമാണെങ്കിൽ തലയിൽ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിക്കടന്നുകൊണ്ടോ തണുപ്പുണ്ടാക്കുന്നതിന് ഒരു വിരോധവുമില്ല. അതുകൊണ്ട് നോമ്പ് പോവുകയില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്കൊരു വെള്ള ടാങ്ക്, അതായത് ബാത്ത് ടാങ്ക് പോലെ, ടബ് പോലെ, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ബാത്ത് ടബ് പോലെയുള്ള ടബ്, അതിൽ വെള്ളം നിറച്ച് നോമ്പുകാരനായിരിക്കെ ഞാൻ അതിൽ മുങ്ങി കുളിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ പുഴയിലോ കിണറ്റിലോ പുഴയിലോ അല്ലെങ്കിൽ കുളത്തിലൊക്കെ മുങ്ങി കുളിക്കുന്നതിന് വിരോധമില്ല. വെള്ളം അകത്തേക്ക് കരുതി കൂട്ടി ആകാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നോമ്പുകാരനായിരിക്കെ അങ്ങനെ ചെയ്യാം. അതുപോലെ സഹാബികൾ പലരും നല്ല ചൂടുള്ള സന്ദർഭത്തിൽ ടവൽ നനച്ച്, വസ്ത്രം നനച്ച് മേലും തലയിലുമൊക്കെ ചുറ്റുകയും അതുപോലെ വെറുതെ കൊപ്പിളിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ദാഹം സഹിക്കവയ്യാത്ത സന്ദർഭത്തിൽ കടുത്ത ചൂടുള്ളപ്പോൾ കുറേ നേരം വെള്ളം കൊപ്പിളിച്ച് ഒരു തണുപ്പുണ്ടാക്കുന്നതിനൊന്നും വിരോധമില്ല. അതുകൊണ്ടൊന്നും നോമ്പ് മുറിയില്ല എന്നർത്ഥം. ഇനി നോമ്പ് കാലത്തുള്ള റമദാനിലുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് രാത്രി നമസ്കാരം. റമദാൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പുണ്യത്തിൻ്റെ വസന്തമാണ് എന്ന് നാം പറയാറുണ്ട്. സത്യമാണത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പോലും സാധ്യമല്ലാത്ത വിധം നന്മകളാൽ സമൃദ്ധമാണ് നോമ്പ്. ഒരുത്തന് തിന്മ ചെയ്യണമെങ്കിൽ വളരെ പ്രയാസമാണ്. കാരണം പ്രഭാതത്തിൽ എഴുന്നേറ്റു, നോമ്പുകാരനായിട്ടാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ അവൻ്റെ ജോലികൾ, അത്യാവശ്യമുള്ള ജോലികളൊക്കെ കഴിഞ്ഞ്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ അവൻ്റെ ഈ നോമ്പുകാരനായതുകൊണ്ട് അവൻ്റെ മനസ്സ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശപൂർവം എൻ്റെ ഭക്ഷണത്തെയും എൻ്റെ പാനീയങ്ങളെയും അതുപോലെ ഇച്ഛകളെയും ഒക്കെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ എന്തിനാണിത് പിടിച്ചു നിർത്തിയത്? അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ. ആ പ്രീതി നേടാൻ പിന്നെ ഇനി എന്താണ് വേണ്ടത്? ഖുർആനുമായി അടുക്കട്ടെ ഞാൻ, അതുകൊണ്ട് ഖുർആൻ എടുത്ത് വായിക്കുന്നു. അവൻ്റെ സമയം അങ്ങനെയാണ് അവൻ കളയുന്നത്. നോമ്പ് തുറന്ന കഴിഞ്ഞ ഉടനെ തന്നെ, അധികം സമയമില്ല, ഉടനെ തന്നെ പള്ളിയിൽ പോകണം. എന്താണ്? രാത്രി നമസ്കാരത്തിൽ. നോമ്പിന് പ്രത്യേകമായിട്ടുള്ളൊരു നമസ്കാരം നിങ്ങൾക്കൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ നോമ്പിന് മാത്രമുള്ള നമസ്കാരമല്ല ഇത്. പക്ഷേ നോമ്പിന് അതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. മൻ സാമ റമളാന, മൻ ഖാമ റമളാന എന്ന് രണ്ടും ഒരേപോലെ തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നു. റമളാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ എന്ന് പറഞ്ഞ അതേപോലെ തന്നെ മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. രാത്രിയിൽ ഒരാൾ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഉറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുക, അതിനാണ് തഹജ്ജുദ് എന്ന് പറയുക. രാത്രിയിൽ നിന്ന് ദീർഘനേരം നമസ്കരിക്കുന്നതിന് ഖിയാമുൽ ലൈൽ എന്ന് പറയും. രണ്ടും നമസ്കാരം ഒന്ന് തന്നെ. പക്ഷെ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നമസ്കരിക്കുന്നു, ഒന്ന് അതിൻ്റെ മുമ്പ് നമസ്കരിക്കുന്നു എന്ന്. ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുവാൻ കഴിയുന്നവർ പള്ളിയിൽ വെച്ച് അശാ നമസ്കാരത്തിന് ശേഷം ജമാഅത്തായിട്ട് നിർവഹിക്കലല്ല പുണ്യം. മറിച്ച് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് പുണ്യം. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹവും അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുൽ ഖാരി എന്ന് പറയുന്ന ഒരു സഹാബിയും കൂടി, രണ്ടുപേരും കൂടി പള്ളിയിൽ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോഴാണിത്. പള്ളിയിൽ ചെന്നപ്പോൾ ആളുകൾ, ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നു, വേറൊരുത്തൻ ഒരു ചെറിയ ജമാഅത്തുമായി നമസ്കരിക്കുന്നു, ഇപ്പുറത്ത് വേറൊരു കൂട്ടർ ചെറിയൊരു ജമാഅത്തുമായി നമസ്കരിക്കുന്നു, അതിനപ്പുറത്ത് വേറൊരുത്തൻ ഒറ്റക്ക് നമസ്കരിക്കുന്നു. ഇങ്ങനെയൊക്കെ കൂടി അവ്യവസ്ഥിതമായി നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവരെ എല്ലാവരെയും കൂടി ഒരു കാരിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന്. പിന്നെ അദ്ദേഹം ആ അഭിപ്രായം തീരുമാനമാക്കി പ്രഖ്യാപിച്ചു.
ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിനെ അവർക്ക് ഇമാമായി നമസ്കരിക്കുവാൻ നിശ്ചയിച്ചു കൊടുത്തു. അതിനുശേഷം അദ്ദേഹം പിന്നെയും പള്ളിയിൽ പോകുന്നുണ്ട് അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ ഖാരിന്റെ കൂടെ. അപ്പോൾ അദ്ദേഹം അത് കണ്ട് എല്ലാവരും ഒരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുന്നത് കണ്ട് പറയുകയാണ്, നിഅമൽ ബിദ്അത്തു ഹാദിഹി ഔ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി വന്നിരിക്കുന്നു. ഇത് ഒരു പുതിയ സമ്പ്രദായം നന്നായല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. പുതിയ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ ബിദ്അത്ത് പാടില്ല. ആ പാടില്ലാത്തൊരു ബിദ്അത്താണോ ഇത്? അല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ച കാര്യം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട് ജമാഅത്തായിട്ട് തറാവീഹ് നമസ്കരിക്കാമെന്ന്, രാത്രി നമസ്കാരം നിർവഹിക്കാമെന്ന്. തിരുമേനി ഒരിക്കൽ പള്ളിയിൽ വന്നു. പള്ളിയിലുണ്ടായിരുന്ന സഹാബികളൊക്കെ തിരുമേനിയോടൊപ്പം നമസ്കരിച്ചു. അത് കേട്ടറിഞ്ഞ് പിറ്റേ ദിവസം കൂടുതൽ സഹാബികൾ പള്ളിയിൽ ഒരുമിച്ച് കൂടി. തിരുമേനി വന്നു, തിരുമേനിയോടൊപ്പം നമസ്കരിച്ചു. മൂന്നാമത്തെ ദിവസമോ നാലാമത്തെ ദിവസമോ റാവി റിപ്പോർട്ട് സംശയമുണ്ട്. റാവി പറയുകയാണ് തിരുമേനി വന്നില്ല. ആളുകൾ കുറെ അധികം പള്ളിയിൽ നിറഞ്ഞു കാത്തിരുന്നു. സുബഹയ്ക്ക് തിരുമേനി വന്നു. വന്നിട്ട് തിരുമേനി പറഞ്ഞു, നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയ വിവരമൊക്കെ എനിക്കറിയാം, പക്ഷേ ഞാൻ വരാതിരുന്നത് അത് നിങ്ങൾക്ക് നിർബന്ധമായി പോകുമെന്ന് കരുതിയത് കൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്കത് നിർബന്ധമായി പോകുമെന്ന് കരുതിയത് കൊണ്ടാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. ഒരു വ്യാഖ്യാനം ഞാൻ പറയാം, അതാണ് ഏറ്റവും നന്നായി തോന്നുന്നത്. എന്താണ്? നിങ്ങൾക്ക് നിർബന്ധമായി പോകുമെന്ന് കരുതിയത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് മനുഷ്യന്മാർ ചെയ്യുന്നതനുസരിച്ച് നിർബന്ധമാക്കുകയാണോ? അങ്ങനെയല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി കൃത്യമായി നിർവഹിച്ച ഒരു കാര്യം, എല്ലാ ദിവസവും നിർവഹിച്ച ഒരു കാര്യം, അത് ഫർളല്ലേ എന്ന് ആളുകൾ സംശയിച്ചു പോകും. എല്ലാ ദിവസവും തിരുമേനി അത് ചെയ്തിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഫർളല്ല. അതുകൊണ്ട് തിരുമേനി അത് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്, നിങ്ങൾക്കത് ഫർളായി പോകുമെന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ജമാഅത്തായിട്ട് അത് നിർവഹിക്കാമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏർപ്പെടുത്തിയത് ഒരു ബിദ്അത്തല്ല, ഒരു സുന്നത്തുൻ ഹസനത്താണ്. പക്ഷെ അതിന് ആ പദം പ്രയോഗിച്ചത് ഭാഷാപരമായ ഒരു പ്രയോഗം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോ തറാവി രണ്ട് രൂപത്തിൽ നമസ്കരിക്കാം, ജമാഅത്തായിട്ട് നമസ്കരിക്കാം, ഒറ്റക്കും നമസ്കരിക്കാം. ആ പറഞ്ഞ ഹദീസിലുണ്ട്. എന്നാൽ ഈ ജമാഅത്തിൽ പങ്കെടുക്കാതെ ഉറങ്ങി മറ്റൊരു നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഉറങ്ങുന്നു. ആ നമസ്കാരമാണ് ഇവർ ഏതൊരു നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഉറങ്ങുന്നുവോ ആ നമസ്കാരമാണ് ഏറ്റവും അഫ്ളൽ. അതായത് രാത്രിയുടെ അവസാനത്തിലുള്ള നമസ്കാരമാണ് ഏറ്റവും അഫ്ളൽ. സാധ്യമാകുമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുവാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. രാത്രിയിൽ ഒന്നുറങ്ങിയതിന് ശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുക എല്ലാ സന്ദർഭത്തിലും പുണ്യമുള്ളതാണ്. പക്ഷെ റമദാനിൽ അതിന് പ്രത്യേകമായ പുണ്യമുണ്ട്. ആ നമസ്കാരം അതിന്റെ പുണ്യത്തോടുകൂടി ശ്രേഷ്ഠതയോടുകൂടി നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ദീർഘമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് റക്അത്തുകളുടെ എണ്ണം ചുരുക്കിക്കൊണ്ടാണ് നിസ്കരിക്കാറുണ്ടായിരുന്നത്. അതാണ് എനിക്കിഷ്ടം എന്ന് ഇമാം ഷാഫി റഹ്മഹുല്ലായും പഠിപ്പിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള പള്ളികൾ അന്വേഷിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറെ നല്ലത്. എന്നാൽ ഒരാൾ അങ്ങനെയല്ല, എനിക്കതിന് മാത്രം കഴിവില്ല അല്ലെങ്കിൽ ശാരീരികമായ സുഖമില്ല എന്ന് കരുതി ഏതെങ്കിലും 20 റക്അത്തോ മറ്റോ വേഗത്തിൽ നമസ്കാരം തീർക്കുന്ന സ്ഥലത്താണ് പോകുന്നതെങ്കിൽ അതൊരു തെറ്റല്ല, കുറ്റമല്ല, അതും അയാൾക്ക് ചെയ്യാവുന്നതാണ്. എന്തായാലും പുണ്യങ്ങൾ നേടുവാനുള്ള ഈ മാസത്തിൽ പരമാവധി ആ പുണ്യങ്ങൾ ആർജിക്കുവാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.